ഒരു കടപ്പുറത്ത് രാവിലെ ഒരു ചേച്ചി അവിടെ ഇരിക്കാൻ വേണ്ടി കയ്യിലൊരു കസേരയും വേറെ കുറച്ച് സാധനങ്ങളും പിടിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുന്ന ചേച്ചി കാണുന്നു. പെട്ടെന്ന് അവർ സഹായത്തിനായിട്ട് അലറി വിളിക്കുന്നുണ്ട്. പിന്നീട് കാരഡക്കും മോർഗനും അങ്ങോട്ട് വരുന്നു. ഓസും ഡാഫ്നി അവിടെ ഉണ്ട്. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ആളാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട് എന്ന് ഓസ് പറയുന്നു. ആദ്യം ആ ചേച്ചി ഹെൽപ്പിന് വിളിച്ച് അലറിയപ്പോൾ ലൈഫ് ഗാർഡ്സ് വന്ന് CPR കൊടുത്തിരുന്നു. ആ സമയം അവൾക്ക് ജീവനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എമർജൻസി മെഡിക്കൽ ടീം എത്തിയപ്പോഴേക്കും അവൾ മരിച്ചുപോയി എന്ന് ഡാഫ്നി പറയുന്നു. ഇതേ സമയം ആ പെൺകുട്ടിയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് പരിശോധിക്കുകയായിരുന്ന മോർഗൻ പെട്ടെന്ന് കാരഡക്കിനോട് അവന്റെ വാച്ച് അഴിച്ചു തരാൻ പറയുന്നു. എന്നിട്ട് മോർഗൻ ആ വാച്ച് പെൺകുട്ടിയുടെ മൂക്കിനടുത്ത് പിടിച്ചു നോക്കിയപ്പോൾ വാച്ചിന്റെ ഗ്ലാസ്സിൽ അവളുടെ ശ്വാസം തട്ടുന്നു. അവൾ മരിച്ചിട്ടില്ലായിരുന്നു. കാരഡക്ക് പെട്ടെന്ന് എമർജൻസി ടീമിനെ വിളിച്ച് അലറുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഓസ് സംശയം ചോദിച്ചപ്പോൾ മോർഗൻ ഇതിന് ലാസറസ് എഫക്ട് എന്നാണ് പറയുന്നത്. മെഡിക്കൽ ടീം അവളുടെ പൾസ് ആദ്യം പരിശോധിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അതിനു മുമ്പ് കൊടുത്ത CPRന്റെ ഫലമായിട്ട് രക്തയോട്ടം തുടങ്ങുകയും ഹൃദയം ഇടിക്കാനും തുടങ്ങുന്നു. ഇതാണ് മെഡിക്കൽ റീസൺ. അപ്പോൾ ഇതേ സമയം മിസ്സിംഗ് കേസുകൾ തപ്പിക്കൊണ്ടിരുന്ന കാരഡക്കിന് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നു. പേര് ഹെദർ വാലസ്. അവളുടെ ബോയ് ഫ്രണ്ട് ആണ് മിസ്സിംഗ് കേസ് കൊടുത്തത്. അയാളെ പിന്നീട് ചോദ്യം ചെയ്യുന്നുണ്ട്. പണക്കാരനായ ഒരു കിളവനായിരുന്നു അയാൾ. എന്നാൽ ഓസ് ഹെദറിന്റെ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചപ്പോൾ വേറൊരു പേരാണ് കിട്ടിയത്, പെനി ഹോൾ. അങ്ങനെ കാരഡക്കും മോർഗനും പെനിയുടെ വാടക വീട്ടിൽ പരിശോധിക്കാൻ ചെല്ലുന്നു. ഓണപ്പൂപ്പൻ പറയുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് മരിച്ചു പോയിരുന്നു, അതൊരു കൊലപാതകമായിരുന്നു എന്നാണ് തോന്നുന്നത് എന്നാണ്. അവന്റെ പേര് ലൂക്കസ്. പക്ഷേ പെനിയെ കാണാനില്ലെന്ന് പരാതി കൊടുത്ത അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിന് ലൂക്കസിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ അവർ അവിടെ പരിശോധിച്ചപ്പോൾ മോർഗന് അലമാരയിൽ നിന്നും വളരെ വില കൂടിയ ഉടുപ്പുകളും ചെരുപ്പും ബാഗും കിട്ടുന്നു. അപ്പോൾ ഇതുപോലൊരു ചീപ്പ് സ്ഥലത്ത് താമസിച്ചിട്ട് അവൾ എന്തിനാണ് ഇത്രയും വില കൂടിയ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പണക്കാരനായ ഒരു കിളവനെയും വളച്ച് സ്വന്തം ഐഡന്റിറ്റി മറച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ മോർഗൻ എടുത്ത ഉടുപ്പ് തിരിച്ച് അലമാരയിലേക്ക് വെച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ എന്തോ കാണുന്നു. ഉടുപ്പുകൾ മാറ്റി നോക്കിയപ്പോഴാണ് അവിടെ അലമാരയുടെ പുറകിലായിട്ട് ലൂക്കസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. പെനി അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. അതിനിടയിലാണ് അവളെ ആരോ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതൊരു പക്ഷേ ലൂക്കസിന്റെ കൊലയാളി തന്നെ ആയിരിക്കുമോ? അതറിയാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ കേട്ടാൽ മതി. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.